ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻട്രി ലെവൽ പേ ഫിക്സേഷൻ ഇത് 6th പേ കമ്മീഷനിൽ 1 ജനുവരി 2006 മുതൽ പ്രാബല്യത്തിൽ വന്നു. ശിപ്പായി, ഡയറക്റ്റ് എൻട്രി ഹവൽദാർ, നായബ് സുബേദാർ എന്നീ റാങ്കുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. ഏകദേശം 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ അരിയേഴ്സ് ലഭിക്കും. പെൻഷനേഴ്സിൽ പലർക്കും ഇതിൻ്റെ അരിയേഴ്സ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ അരിയേഴ്സ് ലഭിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കുമെന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എൻട്രി ലെവൽ പേ ഫിക്സേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. 6th പേ കമ്മീഷൻ 1 ജനുവരി 2006 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. എൻട്രി ലെവൽ പേ ഫിക്സേഷൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കും? 1 ജനുവരി 2006 മുൻപ് സർവീസിൽ കയറുകയും 1 ജനുവരി 2006 സർവീസിൽ ഉണ്ടായിരിക്കുകയും ചെയ്ത ശിപ്പായി റാങ്കിലുള്ളവർക്കും ഡയറക്റ്റ് എൻട്രിയായ ഹവൽദാർ, നായബ് സുബേദാർ റാങ്കിൽ ഉള്ളവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും. 6th പേ കമ്മീഷൻ്റെ പേ മെട്രിക്സ് അനുസരിച്ച് നോക്കുമ്പോൾ അതിനു മുൻപ് സർവീസിൽ ഉണ്ടായിരുന്ന മുകളിൽ പറഞ്ഞ റാങ്കുകൾക്ക് ബേസിക് പേയിൽ കുറവുണ്ടായിരുന്നു. പേ മെട്രിക്സ് അനുസരിച്ച് ശിപ്പായിയുടെ ബേസിക് 6,460 രൂപയും ഹവൽദാറിൻ്റേത് 8,560 രൂപയും നായബ് സുബേദാറിൻ്റേത് 9,300 രൂപയുമാണ് ഫിക്സ് ചെയ്തത്. ഇത് 6th CPCയുടെ പേ മെട്രിക്സ് ആണ് ഞാൻ പറയുന്നത്. ഹവൽദാർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് എൻട്രി ഹവൽദാറും നായബ് സുബേദാർ ഡയറക്റ്റ് എൻട്രി നായബ് സുബേദാറുമാണ്. എന്നാൽ 6th CPCയിൽ മുകളിൽ പറഞ്ഞ ബേസിക്കിൽ കുറവായാണ് പലർക്കും ഫിക്സ് ചെയ്തത്. അതായത് 6th CPCയിൽ 1 ജനുവരി 2006 മുൻപുള്ള ശിപ്പായി, ഡയറക്റ്റ് എൻട്രി ഹവൽദാർ, ഡയറക്റ്റ് എൻട്രി നായബ് സുബേദാർ ഇവരിൽ പലർക്കും ഈ മുകളിൽ പറഞ്ഞ ബേസിക്കിൽ കുറച്ചാണ് ഫിക്സ് ചെയ്തത്. അതായത് 1 ജനുവരി 2006 മുതൽ 31 ഡിസംബർ 2015 വരെയുള്ള അരിയേഴ്സാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഫിക്സ് ചെയ്തവർക്ക്, അതായത് ഇതിൽ വ്യത്യാസമുണ്ടായിരുന്നവർക്ക് അതിൻ്റെ അരിയേഴ്സ് 2021 നൽകിയത്. 2021 സർവീസിൽ ഉള്ളവർക്കും മിക്കവാറും പെൻഷനേഴ്സിനും ഇതിൻ്റെ അരിയേഴ്സ് ലഭിച്ചു. എന്നാൽ ചിലർക്ക് എൻട്രി ലെവൽ പേ ഫിക്സേഷൻ്റെ അരിയേഴ്സ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആർമിയുടെ റാങ്കുകൾക്ക് തുല്യമായ നേവി, എയർഫോഴ്സിനും ഇതിൻ്റെ ഗുണം ലഭിക്കും. ഏതൊക്കെ ട്രേഡുകൾ ഇതിൽ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ആർമിയിൽ ഡയറക്റ്റ് ഹവൽദാറായി വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടേഴ്സ്, സ്പോർട്സ്മാൻ, സർവേയർ, ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ എന്നിവരും ഡയറക്റ്റ് നായബ് സുബേദാറായി വരുന്ന റിലീജിയസ് ടീച്ചറും കാറ്ററിംഗ് ജേസിയോയും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യൻ നേവിയിൽ ആർട്ടിഫിഷ്യർ റാങ്കിലുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സായ ഡയറക്റ്റ് എൻട്രി ആർട്ടിഫിഷ്യേഴ്സ് ഇതിൽ ഉൾപ്പെടും. ആക്ടിംഗ് പെറ്റി ഓഫീസേഴ്സായിട്ടുള്ള സ്പോർട്സ്മാനും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യൻ എയർഫോഴ്സിൽ സർജൻറ്റ് റാങ്കിൽ ഡയറക്റ്റ് എൻട്രിയായ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ ഇതിൽ ഉൾപ്പെടും. ഇതുകൂടാതെ എല്ലാ സർവീസിലും എല്ലാ ട്രേഡുകളിലുമുള്ള ശിപ്പായി റാങ്കിലുള്ളവരും ഇതിൽ ഉൾപ്പെടും. 1 ജനുവരി 2006 സർവീസിൽ ശിപ്പായി റാങ്കിലോ ഡയറക്റ്റ് എൻട്രി ഹവൽദാർ, നായബ് സുബേദാർ റാങ്കുകളിലോ ഉള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അരിയേഴ്സ് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം 6th പേ കമ്മീഷനിൽ ശിപ്പായിയുടെ ബേസിക് 6,460 കുറവാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു ലെറ്റർ നമ്മുടെ റെക്കോർഡ് ഓഫീസിന് അയക്കേണ്ടതാണ്. 6th CPCയിലെ ബേസിക് എത്രയാണ് ഫിക്സ് ചെയ്തതെന്നറിയാൻ ക്വാർട്ടർലി ഷീറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.